ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു 9:30 ഉള്ളിൽ 10 മണിയാകുമ്പോഴേക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ആക്കും. കല്യാണം, ഹിയർ ഇറ്റ് ഈസ്. കല്യാണം, ആളുടെ കല്യാണം. അപ്പോൾ അവിടെ നിതയുണ്ട്. ഇപ്പോൾ ഒരു സമാധാനം. ചാനലിനെ റീച്ച് കുറയ്ക്കാതെ എല്ലാവരും നോക്കിയാൽ മതി. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഒരു BGM കടന്ന് പറക്കുന്നുണ്ട്. എന്താണെന്നില്ലേ സംഭവം? നാനുനൈ നീങ്ക മാട്ടേ, നീങ്കിനാൽ തൂങ്ക മാട്ടേ, ചേർന്നതേ നം ജീവനെ സുന്ദരി, കണ്ണാൽ ഒരു സേതി ചൊല്ലടി ഇന്നാൾ നല്ല തേരി. പാട്ട് ഭയങ്കര രസമുള്ള, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ട്. എന്തുകൊണ്ട് ഇത് ഇവിടെ പാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം ഇറുക്ക് എന്താണെന്നുള്ളതല്ലേ. ആക്ച്വലി ഒബ്വിയസ്, നമുക്ക് ഇതിനകത്ത് ഇപ്പം ഒരാൾ വളരെ ജീനിയസ് ആയിരിക്കുമ്പോൾ അയാളുടെ മൈൻഡ് സെറ്റിൻ്റെ അത്രയും പവർ ഇല്ലാത്തവരാണ് ചുറ്റുപാട് നിൽക്കുന്ന നിഷ്കളങ്കരെങ്കിൽ അവരെ നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം. ഒരാളുടെ കഴിവിനെ അംഗീകരിക്കുക തന്നെ വേണം, സത്യമായിട്ട്. അതെന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലായി കാണും. സംഭവം ഒരു കല്യാണം നടന്നിട്ടുണ്ട്. കല്യാണം എന്താണ് ഏതാണെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. ഇതാ പറയുന്നത്, ഞാനത് പിന്നാലെ പറയാം. ആദ്യം നമുക്കൊന്ന് നന്നായിട്ട് കാണാം. ആദ്യം നമുക്ക് ഇതാ പ്രസ്തുത വ്യക്തി നമ്മുടെ സുജിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്. സുജിൻ്റെ ആ പോസ്റ്റ് നമുക്ക് കാണാം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂർ അമ്പലത്തിലാണ് ഞാൻ ഇന്ന്. ഞാൻ കുറേ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഇന്നൊരു വ്ളോഗ് പോസ്റ്റാക്കാൻ വേണ്ടി പോകുന്നു. ഫുള്ളായിട്ടുള്ള കുറേ സത്യം പറഞ്ഞാൽ നമ്മൾ വ്ളോഗ് പോസ്റ്റാക്കിയിട്ട് ഫുള്ളായിട്ടുള്ള സന്തോഷമായിട്ടുള്ളൊരു വ്ളോഗ് പോസ്റ്റാക്കിയിട്ട് അപ്പോൾ ഞാൻ ഇന്നൊരു വ്ളോഗ് പോസ്റ്റാക്കാൻ വേണ്ടി പോവുകയാണ്. ചിലപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ 7 മണിക്ക് അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തെ 7 മണിക്ക് ഞാൻ പോസ്റ്റാക്കാം. ഓക്കെ, ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു 9:30 ഉള്ളിൽ 10 മണിയാകുമ്പോഴേക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റാക്കും. ഓക്കെ, ഒരു നല്ലൊരു ദിവസം തന്നെ ആവട്ടെ. നമ്മൾ ഇഷ്ടപ്പെടുന്ന നെറ്റ്വർക്കിന് ഒരു ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഓക്കെ, ഒരു നല്ലൊരു ദിവസം തന്നെ ആവട്ടെ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ, ഞാനിപ്പോൾ അമ്പലത്തിൽ പോയി വന്നേ ഉള്ളൂ. ഓക്കെ ഗൈസ്, കുറച്ചിട്ട് ഇടാം. ടാറ്റ. ഓക്കെ, അപ്പോൾ ആ ചിരി കണ്ടല്ലോ, സന്തോഷത്തിൻ്റെ ചിരിയാണ്. നമുക്ക് സന്തോഷത്തിന് ഒരാൾ സന്തോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് കൂടെ സന്തോഷിക്കാം. ബാക്കിയൊന്നും പറയല്ല. നമ്മൾ ഐഫോൺ യെസ്, രണ്ടുപേരെ അമ്പലത്തിൻ്റെ മുമ്പ് തൊഴുതുകൊണ്ടിരിക്കുന്നു. തുടക്കത്തിൽ പുള്ളി പറഞ്ഞ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുമ്പിലാണ്, ഗുരുവായൂർ അമ്പലത്തിലാണ്. ആ മൊത്തത്തിലുള്ള സംഭവം ഇതെല്ലാം കഴിഞ്ഞ് അവർ രണ്ടുപേരും അമ്പലത്തിലേക്ക് തൊഴുതുകൊണ്ട് നിൽക്കുന്നു. അവിടെ ജഗണ് ജഗണ് തക്ക് ജഗണ് ജഗണ് തക്ക് ജഗണ് ജഗണ് മറ്റേ പട്ടമട്ടല്ലേ, മനസ്സിൽ മിഥുന മഴ പൊഴിയും അഴകിലൊരു മനസ്സ് അല്ലേ, മയിലിന് അലസലാസ്യം. അത് തന്നെ, ആ ഒരു മയിലിൻ്റെ അലസലാസ്യത്തോടു കൂടി രണ്ടുപേരും നിൽക്കുന്നുണ്ട്. ഇവിടെയും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒന്നും നമുക്കൊന്നും മനസ്സിലാവത്തില്ല അല്ലേ. എന്നാൽ മനസ്സിലാവുന്നൊരു സ്ഥലമുണ്ട്, അതുകൂടെ കാണാം. വിഷമൊന്നുമില്ലല്ലോ. എന്താണ് പണത്തിനെക്കുറിച്ച് പുള്ളി എഴുതിക്കുന്നുണ്ടോ. ആദ്യത്തെ 10 ലക്ഷം നീ ഉണ്ടാക്ക്, പിന്നത്തെ 10 ലക്ഷം ആ പണം ഉണ്ടാക്കും. പണമാണെല്ലാം. ഇനി നമുക്ക് അടുത്ത പോസ്റ്റ് കാണാം. ഇത് ഇദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ, അഥവാ സുജിൻ്റെ സഹോദരിയുടെ ഇതൊന്നുമല്ല. അപ്പം ഇവിടെ നമ്മുടെ നിതയൊക്കെ കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നു, ആ കുട്ടികളെ കാണിക്കുന്നു. നമുക്കത് വേണ്ട. അപ്പം ഞങ്ങളെന്ന് പറഞ്ഞിട്ട് അവരെ ഫാമിലി വളരെ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അമ്മയുണ്ട്, സുജിൻ്റെ സഹോദരിയുണ്ട്, നാത്തൂന്മാർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഓക്കെ, കല്യാണം, ഹിയർ ഇറ്റ് ഈസ്. കല്യാണം, ആളുടെ കല്യാണം. അപ്പോൾ അവിടെ നിതയുണ്ട്. കുറച്ച് മുമ്പ് കണ്ട ആ ഒരു കോസ്റ്റ്യൂമിൽ തന്നെ നിത പുറകിൽ ഈ കുഞ്ചൂസിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ കല്യാണമാണ്. അതാരാണ് കല്യാണം? ഇതാ ശുഭം, അതായത് ഇവരുടെ തന്നെ കല്യാണം. അതായത് നിതയുടെയും ഇപ്പോൾ നമ്മുടെ സുജിൻ അഥവാ പുള്ളിക്കാരൻ്റെയും കല്യാണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ പോസ്റ്റ് നമുക്ക് നോക്കാം. ശുഭം എന്നാണ് കൊടുത്തേക്കുന്ന പോസ്റ്റ്. നിങ്ങൾക്കൊക്കെ എന്തൊക്കെ തോന്നുന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ ഇടുക.
മാന്യമായിട്ട്. ഒരുപാട് സന്തോഷം എന്ന് ആൾക്കാർ ഒന്നും പറയുന്നില്ലേ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നല്ലവരായ മനുഷ്യർ. ഇപ്പോൾ ഒരു സമാധാനം, ഇനി ഒരു വഴക്കം ഉണ്ടാവില്ലല്ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സമാധാനം, ചാനലിലെ റീച്ച് കുറയ്ക്കാതെ എല്ലാവരും നോക്കിയാൽ മതി. ഓക്കെ, സന്തോഷത്തോടെ ജീവിക്കാൻ എല്ലാ വിധാശം. സീരിയസ്ലി അവർ ഇപ്പോൾ രണ്ടാമതിപ്പം ഇങ്ങനെ ഇതൊരു ചടങ്ങായിട്ട് ചെയ്യുന്നവരുണ്ട്. കാരണം ചില ജ്യോത്സ്യന്മാരൊക്കെ ഇങ്ങനെ വിധിക്കാറുണ്ട്. അതായത് ചില ബന്ധങ്ങൾക്ക് 2 കല്യാണം അവർ വിധിക്കും. ജ്യോത്സ്യന്മാരുടെ കഥയാണ് ഞാൻ പറയുന്നത്. റിയൽ ലൈഫിനകത്ത് അത് അനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. ഒരു കഥയൊന്നുമല്ല, അവിടെ വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഒരാളുടെ ഒരു പൈസ ഇല്ലാതെ, ഒരു നിവൃത്തി ഇല്ലാത്ത രീതിയിൽ, ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ഒന്നുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു വലിയ ധനികൻ്റെ മകനായിട്ട് ജനിച്ചു. അവസാനം അങ്ങനെ വളരെ ഒരു സുപ്രഭാതത്തിൽ ഒന്നുമില്ലാതായപ്പോഴേക്കും അയാൾ ദരിദ്രാവസ്ഥയിലേക്ക് എത്തി. ഒരു ചെറിയൊരു ഷെഡ്, ഒരു ടാർപോളിൻ ഷീറ്റിൻ്റെ ഒരു സ്ഥലത്തേക്ക് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അയാൾ ഭയങ്കര ദരിദ്രാവസ്ഥയിലാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ ലോട്ടറി അടിച്ചു. ലോട്ടറി അടിച്ച സമയത്ത് ഈ പുള്ളിക്കാരൻ്റെ ലോട്ടറി എന്ന് വെച്ചാൽ ഏതാണ്ട് 10, 20, 30 കോടി രൂപയാണ്. അപ്പോൾ അത്രയും കോടി രൂപ ലോട്ടറി കിട്ടി അദ്ദേഹം അടുത്ത് ചിന്തിച്ച പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്കൊരു വീട് വയ്ക്കണമെന്നുള്ളതാണ്. അന്ന് ഈ ഇദ്ദേഹത്തിന് താമസിക്കാൻ സ്ഥലമില്ലാത്ത സമയത്ത് ഒരു ടാർപോളിൻ ഷീറ്റ് വെച്ച് വിരിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് സ്ഥലം കൊടുത്തത് മറ്റൊരു അഭ്യുദയകാംക്ഷയായിട്ടുള്ള നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അവിടെ 4 കുറ്റി അടിച്ചിട്ട് അങ്ങ് അവിടെ കയറി അങ്ങ് താമസിച്ചു. പക്ഷേ 10-20 കോടി രൂപ കിട്ടിയതിനു ശേഷം ഇദ്ദേഹം ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ആദ്യം പോയിട്ട് കാണുന്ന ഒരു ജ്യോത്സ്യനെയാണ്. ജ്യോത്സ്യനെ കണ്ടിട്ട് ചോദിച്ചു, എനിക്കൊരു വീട് വയ്ക്കണം, വീട് വയ്ക്കാനുള്ള സ്ഥാനം കാണണം എന്നൊക്കെ പറഞ്ഞ് മറ്റേ വാസ്തുവിൻ്റെ ആളൊക്കെ കൊണ്ട് കാണിച്ച് വാസ്തു നോക്കി അങ്ങോട്ട് ദിശ, ഇവിടെ ടോയ്ലറ്റ്, ഇവിടെ കിടക്കാനുള്ള മുറിയുടെ കിടക്കുന്നതിൻ്റെ ദിശ ഇങ്ങോട്ട് എന്നൊക്കെ പലതും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതായത് പണം ഒരാളിലേക്ക് വരുന്ന സമയത്ത് അയാളിലേക്ക് എത്തുന്ന പലതരം കാര്യങ്ങളുണ്ട്, പലതരം പ്രവൃത്തികളുണ്ട്. പണം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യും. പണം നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിൻ്റെയും അപ്പുറത്ത് ഓവർ റൂൾ ചെയ്തുകൊണ്ട് നമ്മൾ മറ്റൊരു ശക്തിയാവാൻ വേണ്ടി ശ്രമിക്കും. നമ്മുടെ കയ്യിലിരിക്കുന്ന പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കറക്കങ്ങൾ കറങ്ങുകയും ചെയ്യും. അതും മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും കൊള്ളാം. റിയലായിട്ടുള്ള സ്നേഹം എവിടെയും അവസാനിക്കുന്നില്ല. ഇപ്പോൾ ഒരു സമാധാനമായി പിരിയുന്നെന്ന് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. അടിപൊളി കപ്പിൾസ്. സീരിയസ്ലി അവരെ നമുക്കിപ്പോൾ ഈ സമയത്ത് കൺഗ്രാജുലേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ജ്യോത്സ്യന്മാർ വിധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 2 കല്യാണം വിധിച്ചിട്ടുള്ളവർക്ക് രണ്ടാമതും ഇതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ പല അമ്പലങ്ങളിലേക്ക് രണ്ടാമതും വിവാഹം കഴിക്കുന്നത് സ്വയം, അതായത് കല്യാണം കഴിച്ചവർ തന്നെ ഒന്നുകൂടെ താലി കിട്ടുന്നൊരു പരിപാടി ഉണ്ട്. അതൊരു ചടങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ്. നമ്മൾ ഒരാളുടെ വിശ്വാസ പ്രമാണത്തിനെയോ അവരുടെ ആഗ്രഹങ്ങളെയോ അവരുടെ ആഗ്രഹ പൂർത്തീകരണം നടത്തുന്നതിനെയോ നമുക്കൊരിക്കലും തെറ്റ് പറയാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത്, എനിക്ക് ഇവരോട് പല കാര്യങ്ങളിലും വളരെ കടുത്ത എതിർപ്പുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഏറ്റവും കൂടുതൽ ഇവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ ഇവർ ഏറ്റവും കൂടുതൽ പലതരത്തിലും കബളിപ്പിച്ചത് ഇവരുടെ സ്വന്തം ഫാമിലി എന്ന് പറയുന്ന മല്ലു ഫാമിലി എന്ന് പറയുന്ന ഒരു കൂട്ടം ഓഡിയൻസിനാണ്. അവരെന്നും ഇവർ ചേർത്ത് പിടിക്കുന്നെങ്കിൽ അവരുടെ മനസ്സിൽ ഇവർക്കുള്ള സ്ഥാനമാണ് ഞാൻ ആലോചിക്കുന്നത്. ആ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരുടെ അവരെ സ്നേഹിക്കുന്നവരുണ്ട്. സുജിൻ പറഞ്ഞ കറക്റ്റാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, സുജിൻ ഈസ് എ ബ്രില്യൻറ്റ് ബിസിനസ് മാൻ. പുള്ളി ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ കേരളം അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനായിട്ട് വളർന്നു കഴിഞ്ഞാൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. അയാൾക്ക് കഴിവുണ്ട്. കഴിവിനെ അംഗീകരിക്കണോടെ, അത് അംഗീകരിച്ചേ പറ്റൂ. ഒരു ബിസിനസ് മാൻ്റെ എല്ലാ തരത്തിലുള്ള സംഭവമുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ഇപ്പം സോഷ്യൽ മീഡിയക്കകത്തുള്ള ഹെയ്റ്റ് പോസ്റ്റ്, ട്രോള്, കമൻസ്, മറ്റത് മറിച്ച് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് എന്താ, ഇത് പുള്ളിക്ക് നെഗറ്റീവ് ആവുന്നു. ഒരു നെഗറ്റീവ് ഇല്ല. എന്ത് നെഗറ്റീവ് ഉണ്ടാക്കാനാണ്? നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, മറ്റേ എന്താണ്, പണം ഉണ്ടാക്കുകയിൽ എന്ത് ചെയ്തും പണം ഉണ്ടാക്കുകയിൽ അത് അറിയുന്നൊരു കമൻറ്റ്, ആ പണം അത് മാറ്റിയിടുമെന്നോ അങ്ങനെ സംതിങ് ഉണ്ടല്ലോ, എനിക്ക് കറക്റ്റായിട്ട് ഒന്നുമില്ല. അറിയുന്നൊരു കമൻറ്റ്, പണം ഉണ്ടാക്കി ആ പണം ദാവി മാറുന്നു. അതൊന്നും അറിയുന്നൊരു കമൻറ്റ്. അതുപോലെ തന്നെയാണ് അത്യാവശ്യം ഇന്ന് സമൂഹത്തിൻ്റെ അകത്തുള്ള മുഴുവൻ ആൾക്കാരുടെയും പ്രശ്നം പൈസയാണ്. പൈസ കൊണ്ട് എല്ലാം തീർക്കാൻ പറ്റത്തില്ലെങ്കിലും പൈസയാണ്. അപ്പോൾ പൈസ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ കയ്യിലുള്ളവർ അത്യാവശ്യം എന്തൊക്കെ ചെയ്തിരുന്നാലും അവൻ്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് പിന്നെ അതൊന്നും വലിയ പ്രശ്നമായിട്ട് മാറത്തൊന്നുമില്ല. പുള്ളി ഇപ്പോൾ ലക്ഷറി കാറുകൾ, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സംവിധാനം, സ്രോതസ്, ബിസിനസ്, മറ്റുള്ള കാര്യങ്ങൾ, അതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് മേ ബി അദ്ദേഹം ഇന്നൊരു വ്ളോഗ് കുറേ നാളിന് ശേഷം ചെയ്യുന്നൊക്കെ പറയുന്നു. യൂട്യൂബിൻ്റെ റവന്യൂ വെച്ചിട്ട് ഇനി ജീവിക്കേണ്ട ആവശ്യം അവർക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒന്നിലധികം ബിസിനസ്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിന് ബിസിനസ്, അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് ബിസിനസ്, അദ്ദേഹത്തിന് ബിസിനസ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ അദ്ദേഹം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇത് തോന്നും, ഇതിൻ്റെ അദ്ദേഹം എന്നൊക്കെ പറഞ്ഞ് ഇയാളെ, ഞാൻ പറയുന്നത് എല്ലാവരും ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അവർ ജീവിച്ചു പോട്ടെ, എനിക്കതേ പറയാനുള്ളൂ. പക്ഷേ ഇത് ഇനി ഇങ്ങനൊരു സംഭവങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ രണ്ടാമത്തെ വിവാഹത്തിൽ, അഥവാ നിങ്ങളെ രണ്ടാമതും ഈ ഒരു സംഭവം ചെയ്തതിനകത്ത് എല്ലാവിധ ആശംസകളും. ഒരു ആസ് എ ഹ്യൂമൻ ബീങ് എന്തിനാണ് എനിക്ക് നിങ്ങളോട് വെറുപ്പ്? എനിക്കൊരു വെറുപ്പില്ല കേട്ടോ. എനിക്കിപ്പോൾ സുജിനോടോ നിതയോടോ ഒന്നും എനിക്ക് വെറുപ്പൊന്നുമില്ല. പക്ഷേ നിങ്ങളെ ഈ പലതരത്തിലുള്ള കാട്ടിക്കൂട്ടൽ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുമല്ലോ ചില കാര്യങ്ങൾ, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ നിങ്ങളോടൊന്നും യാതൊരു വെറുപ്പും മറ്റുള്ള പരിപാടികളൊന്നും ഇല്ല. ഇതാണ് നിത. അവർക്കത് ഏതൊരു സംഭവത്തിൻ്റെ, അത് ഞാൻ ഇപ്പോൾ പരസ്യമല്ലേ, ഓക്കെ, കുഞ്ഞിൻ്റെ കാണിക്കും കണ്ടോ. സോ അടിപൊളിയായിട്ടുണ്ട്.
സുജിൻ കുറച്ചു കാലത്തിന് മുമ്പ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് കൊണ്ടും അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടും തന്നെയാണ് ഇവിടെ എത്തിയത്. ആ കഴിവിനെ നമുക്ക് പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം, എങ്കിലും കഴിവല്ലാതാവുന്നില്ല. ഇന്നിരിക്കുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാരും അവരുടെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയതിൻ്റെ പിന്നിൽ കളിച്ച കളികളൊക്കെ നമുക്ക് പലർക്കും അറിയാമേ എന്നിരിക്കെ, പക്ഷേ ഇന്ന് നമ്മൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? അവരുടെ കയ്യിൽ ഇന്ന് സ്വാധീനമുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്, പണമുണ്ട്, ഇതൊക്കെ തന്നെയാണ്. അതുപോലെ ഇവർ അതിന് ഒരുമ്പെട്ടിറങ്ങി അവരതിനകത്ത് വിജയിച്ചു, അതിനകത്ത് ഒന്നും പറയാനില്ല. സോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഇനി അവരുടെ അടുത്ത അടുത്ത വീഡിയോസ് എന്തൊക്കെയോ വരും, ആ സമയത്ത് കാണാം എന്നൊക്കെ പറയുന്നു. നാത്തൂനും അടിപൊളി ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു. സോ ഇതൊക്കെയാണ് ഗൈസ്. ഇതിലെന്തിരിക്കുന്നു ഏതിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ ചിന്തിക്കേണ്ടതൊക്കെ നിങ്ങൾ തന്നെയാണ്. പിന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, ഇതിപ്പോൾ ഞാൻ അവരുടെ ലൈഫിൻ്റെ അകത്തുള്ള കാര്യങ്ങളുടെ അകത്ത് ഞാൻ സംസാരിച്ചത്. ഇനി ഞാൻ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ വലിയ രീതിയിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ യുദ്ധമൊക്കെ നടന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ കുറച്ചധികം സാധന സാമഗ്രികളുടെ പൂഴ്ത്തിവെപ്പ് നടക്കാൻ, കരിഞ്ചന്ത ബിസിനസ്, മറ്റത് മറിച്ചൊക്കെ എല്ലാ സാധനങ്ങൾക്കും വില കൂടും. നമ്മളിന്ന് നിങ്ങൾ ഇന്ന് വാങ്ങുന്ന സ്വർണ്ണത്തിന് ഇന്ന് വില കൂടിയെന്ന് നിങ്ങൾ കേട്ടു. ഇത്രയും വിലയാണോ എന്ന് ചോദിച്ച നിങ്ങൾക്ക് ഇന്നിപ്പോൾ സംതിങ് വിലയ്ക്കാണ്, ഇപ്പോൾ 1,00,000 മേളിലേക്കാണല്ലോ സ്വർണ്ണത്തിൻ്റെ വില. ഇത് നിങ്ങൾക്ക് 1 വർഷം കഴിയുന്ന സമയത്ത് 2 ലക്ഷത്തിന് മേളിൽ കേൾക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ വരും. അപ്പോൾ അതാ പറയുന്നത്, നമ്മൾ ഇന്ന് കണ്ടതിൻ്റെ ഇരട്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ മാറും. നമുക്ക് കിട്ടുന്ന സാമ്പത്തികം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് സാമ്പത്തികം എന്നുള്ളൊരു കാര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ നിങ്ങളുടെ ബേസ് നിങ്ങൾ സെറ്റപ്പാക്കി എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ കാര്യം, ഇതുപോലെ ഒരുപാട് മനുഷ്യരുണ്ട്. അതിലൊന്നാണ് ഇവർ സോഷ്യൽ മീഡിയക്കകത്ത് അറിയപ്പെടുന്നത് കൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രമാണ്. അവർ പുറത്ത് വിടുന്നു, നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ അടുത്ത് വർത്തമാനം പറയുന്നവർക്ക് അറിയുകയും ചെയ്യാം. അത് അവർക്ക് ആവശ്യമാണെന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ് ഇതിനകത്ത് നിൽക്കുന്നത്. പിന്നെ ഒരു ഹെയ്റ്റ് ഇപ്പോൾ എനിക്കിപ്പോൾ വേണമെങ്കിൽ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ എന്താണ് കാണിക്കുന്നത്, മറ്റേ മാർച്ച് ഇവന് നാണമില്ലേ മാനമില്ലേ എന്തിനു ചോദിക്കണം? അതിൻ്റെ ആവശ്യം എന്താ? അതിൻ്റെ പ്രസക്തി എന്താ? അവർ കാണിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൻ്റെ അകത്തുള്ള കാര്യമാണ്. സോഷ്യൽ മീഡിയക്കകത്ത് ഇട്ട് കൊടുക്കുന്നത് അവർ തന്നെയാണ്. അതിനകത്ത് കയറി പിടിക്കുന്നവരാണോ അവരാണോ ശരിക്കും പറഞ്ഞ ബുദ്ധിമാന്മാർ? അവർ ബുദ്ധി കൊണ്ട് ടാക്ടിക്കലി കളിക്കുന്നു, അവർ കളിക്കാത്ത എന്ന് വീണ് കൊടുക്കുന്നതാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്കെപ്പോഴും ഈ ഹെയ്റ്റ് കമൻറ്റ് ഇടുന്ന പലരോടും പല ഹെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കിഷ്ടമല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക. നമ്മളോടൊരു വീട്ടിലേക്ക് നമ്മൾ കയറിയപ്പോൾ അയാൾ നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറി നമ്മൾ ആ വീട്ടിലേക്ക് ചെന്ന് കയറുമോ? വീണ്ടും ആ വീട്ടിൻ്റെ അപ്പുറത്ത് പോയിട്ട് മതിലിൻ്റെ അപ്പുറത്ത് പോയി നിന്നിട്ട് അവിടെ എന്ത് നടക്കുന്നു ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമോ? നമ്മൾ ആ ഏരിയയിൽ പോകത്തില്ല അല്ലേ? നമുക്ക് താല്പര്യമില്ല, കാരണം നമ്മൾ സെൽഫ് റെസ്പെക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ആത്മാഭിമാനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത, നമുക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കൊടുത്തിട്ട് അതിനെ എന്നേക്കുമായിട്ട് കട്ട് ചെയ്യാനും കൂടെ നമുക്ക് പറ്റണം. അതല്ല, നമ്മൾ അതിൻ്റെ പുറകെ വീണ്ടും നമ്മൾ പോവുകയാണെങ്കിൽ പ്രശ്നം അവരുടേതല്ല, പ്രശ്നം നമ്മുടേതാണ്. ഒരു സ്വാഭാവിക പ്രതിഭാസമാണ്. നമ്മുടെ തലയ്ക്കകത്തിരിക്കുന്ന ഈ തലച്ചോറെന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ ഹോമോസാപ്പിയൻസിൻ്റെ അതിനു മുമ്പും ആ ഒരു സമയങ്ങളിൽ ഇങ്ങനെ എവല്യൂഷനിലൂടെ കടന്നു വന്ന ആ പഴയ തലച്ചോറാണ്. അഥവാ പുതിയ കമ്പ്യൂട്ടറിൻ്റെ പുതിയ മുകൾ ഭാഗത്ത് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന തലച്ചോറ് പണ്ടത്തെ CPU എന്ന് പറയുന്നത് പോലെയാണ്. നമ്മുടെ തലച്ചോറ് പണ്ടത്തെ പഴഞ്ചൻ സാധനമായിരിക്കുന്നത് അകത്തിരിക്കുന്നത്. അതിനെ ട്രെയിൻ ചെയ്തെടുക്കേണ്ടത് നമ്മുടെ കഴിവാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കാലഘട്ടം മാറുന്നു. ഇതുപോലുള്ള പ്രവൃത്തികൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങളുടെ സമയത്ത് ഭയങ്കര വൈകാരികമായിട്ടൊന്നും നമ്മൾ ചാടി കുതിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനകത്ത് നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം, അതവിടെ പറയുക പോവുക. അതിനപ്പുറത്തേക്ക് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഒറ്റ കാര്യമുള്ളൂ, അവിടെ അവർ വിജയിച്ചു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ വിജയിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാനുള്ള സമയം കളയരുത്. സോ ഗൈസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ബൈ.